മനീഷ കൊയ്രാളയുടെ ജീവചരിത്രം പറയുന്ന ക്യാൻസർ ബാധയ്ക്ക് ശേഷം സുഖം പ്രാപിച്ച് ആ കാലഘട്ടത്തെക്കുറിച്ച് പറയുന്ന ജീവചരിത്രം പറയുന്ന അമരതാരം എന്ന പുസ്തകത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ അമരതാരത്തിൻ്റെ അവസാനത്തെ ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ബട്ട് വൺ എന്നുള്ള രീതിയിൽ 20ാമത്തെ അധ്യായത്തിൽ അവർ പറയുന്നത് ആണുങ്ങളുടെ തുറിച്ചുനോട്ടം കൂടാതെ സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റില്ല. സ്വന്തം കാര്യമാണ് അവർ പറഞ്ഞത്, അവരുടെ കാര്യമാണ്. നമുക്കറിയാം അവർ വളരെ കാതരയായി വളരെ തരളമായ ഭാവങ്ങളോടുകൂടി നായികയായിട്ട് അഭിനയിക്കുകയും 40 വയസ്സിൽ 18-19 വയസ്സുള്ളപ്പോൾ മുംബൈയിൽ കാഠ്മണ്ഡുവിൽ നിന്ന് വരികയും വളരെ സുന്ദരിയായിട്ട് കാതരയായിട്ട് നേരത്തെ പറഞ്ഞതുപോലുള്ള എല്ലാ ഭാവങ്ങളും വളരെ തരളമായ ഭാവങ്ങൾ പ്രകടിപ്പിച്ച് സുന്ദരിയായി തന്നെ വളരെ വേഷവിധാനങ്ങൾ കൊണ്ടും മറ്റെല്ലാ അർത്ഥത്തിലും സുന്ദരിയായി ഏഷ്യയിൽ തന്നെ അറിയപ്പെടുന്ന ഏറ്റവും നല്ല സുന്ദരിയായ നടി എന്നുള്ള നിലയ്ക്ക് അവർ ജീവിക്കുകയും 80ഓളം സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തിരുന്നു. ആ സാഹചര്യത്തിൽ 40ാം വയസ്സിൽ അവരെ ഓവേറിയൻ ക്യാൻസർ ബാധിച്ചു. അത് ടെർമിനൽ സിക്നസ് ആയിരുന്നു. അത് ബാധിക്കുന്നവർ ജീവിക്കുന്നത് എത്ര കാലം ജീവിച്ചിരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. ഇവരതിൻ്റെ 4ാം സ്റ്റേജ് വരെ കടന്നു. വളരെയധികം ഏതാണ്ട് ദിവസങ്ങൾ എണ്ണപ്പെട്ടു. ജീവിതത്തിൻ്റെ ആയുസ്സിൻ്റെ ദിനങ്ങൾ എണ്ണപ്പെട്ടു എന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർ സ്ലോവൻ കെറ്ററിംഗ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള അമേരിക്കയിലെ ന്യൂയോർക്കിലെ ഏറ്റവും പ്രസിദ്ധമായ ഹോസ്പിറ്റലിൽ പോവുകയും അവിടെ സർജറി കഴിഞ്ഞു. അത് കഴിഞ്ഞ് രാസചികിത്സ കഴിഞ്ഞു ഒക്കെ പറഞ്ഞ് അവർ സുഖം പ്രാപിച്ചു, രക്ഷപ്പെട്ടു എന്നൊക്കെയുള്ള സാഹചര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ പറഞ്ഞു. ഇപ്പോൾ കാണുന്നത് അവരതിന് ശേഷം അസുഖമൊക്കെ പൂർണ്ണമായി ഭേദപ്പെട്ടു. അവരതിനുശേഷം അവർ നേരത്തെ തന്നെ കമ്മിറ്റ് ചെയ്തിരുന്ന, അവർ സംബന്ധിച്ചിരുന്ന, അവർ എഗ്രിമെൻറ്റിൽ ഒപ്പിട്ടിരുന്ന സിനിമകളിൽ ഉൾപ്പെടെ അഭിനയിക്കാനും തുടങ്ങി. എന്നിട്ട് അവർക്ക് കുറേ തിരിച്ചറിവുകൾ ക്യാൻസർ ബാധ ഉണ്ടായ കാലഘട്ടത്തിൽ ഏതാണ്ട് കൃത്യമായി പറഞ്ഞാൽ 1 വർഷം അവർ ഈ അസുഖവുമായി മല്ലടിക്കുകയായിരുന്നു. ആ 1 വർഷത്തെ അനുഭവം അവരുടെ കുട്ടിക്കാലം മുതലുള്ള എല്ലാ കാര്യങ്ങളും കൂടെ തന്നെ അവരുടെ ബോളിവുഡിലെ ജീവിതാനുഭവങ്ങൾ ഉൾപ്പെടെ എല്ലാം തന്നെ ഈ അമരതാരം എന്ന പുസ്തകത്തിൽ അവർ പറയുന്നു. ഇപ്പോൾ പറയുന്നത് പുരുഷന്മാരുടെ തുറിച്ചുനോട്ടം കൂടാതെ ജീവിക്കാൻ പ്രയാസമാണ് എന്ന് പറയുന്നുണ്ട്. ഈ തുറിച്ചുനോട്ടം കൂടാതെ ജീവിക്കാൻ പ്രയാസമാണ് എന്ന് പറയുമ്പോൾ ആ അധ്യായത്തിൽ അവർ ആരംഭത്തിൽ തന്നെ പറയുന്നു, അതായത് 2020 ഈ പുസ്തകം ഇറങ്ങുന്നത്. അപ്പോൾ അവരതിനകത്ത് പറയുന്ന ആ 1 വർഷം നടന്ന ചികിത്സാ സംബന്ധമായ ആ 1 വർഷം നടന്ന അനുഭവങ്ങൾ ഉൾപ്പെടെ അവർ എഴുതുമ്പോൾ അവസാനം ഈ അസുഖം പൂർണ്ണമായി ഭേദമായി നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നു, വ്യായാമം ചെയ്യുന്നു, ധ്യാനം കൂടെ സ്വയം ആത്മപരിശോധന നടത്തുന്നു തുടങ്ങിയ കാര്യങ്ങൾ വരുന്നു. ആത്മസംയമനവും വേണം. ആരോടും വിദ്വേഷവും വെറുപ്പും പ്രകടിപ്പിക്കാൻ പാടില്ല. അതൊക്കെ അസിഡിറ്റി ഉണ്ടാക്കുന്നതാണ്. അങ്ങനെയുള്ള വിദ്വേഷം, വെറുപ്പ്, ഇത്തരം നെഗറ്റീവ് ചിന്തകൾ അത്തരത്തിൽ നിന്നുള്ള എല്ലാം തന്നെ അവർ മോചിതയായി സുഖമായി ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ പറയുന്നതാണ് പുരുഷന്മാരുടെ തുറിച്ചുനോട്ടം കൂടാതെ ജീവിക്കാൻ പ്രയാസമാണെന്ന് പറഞ്ഞു. ആ സാഹചര്യത്തിൽ ഒരു ദിവസം അവർക്ക് പെട്ടെന്നൊരു ട്വിറ്ററിലൊരു മെസ്സേജ് വരുന്നുണ്ട്. നിങ്ങൾ പ്രായാധിക്യം ബാധിച്ചതായിട്ട് തോന്നുന്നുണ്ട്, നിങ്ങളുടെ പഴയ സൗന്ദര്യം നിങ്ങൾക്കിപ്പോൾ ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അത് അവരെ വല്ലാതെ പിടിച്ചു ഒലച്ചിരിക്കുന്നു. അവർ യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ച് തിരിച്ചറിവുണ്ടായി എന്നുള്ളതാണ്. 2017 തന്നെ അവർ അത്തരത്തിലുള്ള ആ പ്രായാധിക്യം എന്ന് പറഞ്ഞാൽ ഈ അസുഖം എല്ലാം ഭേദമായി നന്നായി ജീവിക്കെ തന്നെ അവർ മധ്യവയസ്കയുടെ വേഷങ്ങൾ 2-3 സിനിമകളിൽ അവർ നേരത്തെ തന്നെ കമ്മിറ്റ് ചെയ്തു. അത് നായിക വേഷങ്ങൾ അല്ലെങ്കിൽ പോലും എത്ര ചെറിയ വേഷമാണെങ്കിലും അഭിനയിക്കാൻ തയ്യാറാണ് എന്നുള്ള മാനസികാവസ്ഥയിലേക്ക് അവരെത്തി. അത്തരം അനുഭവങ്ങൾ, അത്തരത്തിലേക്കുള്ള മാനസികാവസ്ഥ അവർക്ക് പകർന്നു നൽകിയത് തന്നെ അവരുടെ ഈ 1 വർഷം വളരെ ടോർമെൻറ്റിംഗ് ആയിട്ട് വളരെ പീഡാസഹനകരമായിട്ടുള്ള കാലഘട്ടത്തെ അതിജീവിച്ചപ്പോൾ അവർക്ക് നൽകിയ ആത്മീയ വെളിപാടാണ് ഈ പറഞ്ഞ രീതിയിൽ ഏത് വേഷവും നായിക വേഷം എന്നുള്ളത് അല്ലാതെ തന്നെ മധ്യവയസ്കയാകുക എന്ന് പറയുന്ന ആ ഒരു സാഹചര്യത്തിൽ അത് തന്നെ 40 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഈ അസുഖം വരുന്നതും 1 വർഷത്തെ ചികിത്സ, പിന്നെ 1 വർഷം കഴിഞ്ഞിട്ട് അവർ അഭിനയിക്കാൻ തുടങ്ങുന്നു. അതായത് 42 വയസ്സിൽ വീണ്ടും അഭിനയിക്കാൻ തുടങ്ങുന്നു. ഇപ്പോൾ അവർക്ക് ഏതാണ്ട് 52 വയസ്സോളം ആകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആ ഒരു സാഹചര്യം അവർ പറയുമ്പോൾ എന്തിനാണ് സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഇങ്ങനെ ഒരു അടിച്ചേൽപ്പിക്കൽ? നിങ്ങൾക്ക് പ്രായാധിക്യം വന്നു, നിങ്ങൾക്ക് മുഖത്ത് പ്രായത്തിൻ്റേതായ വടിവുകളും ഉടച്ചിലും
റിങ്കിൾസും ചുളിവുകളും ഒക്കെ ബാധിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് പ്രായാധിക്യം തോന്നുന്നു, നിങ്ങൾ പ്രായം ചെല്ലുന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവം അത് പുരുഷന്മാർ സ്ത്രീകൾക്ക് മാത്രം കൊടുക്കുന്ന ഒരു വിശേഷണമാണോ എന്നൊക്കെ ഉള്ളൊരു സംശയത്തിലേക്ക് അവർ ഇങ്ങനെ പോകുന്നുണ്ട്. അവരത് അങ്ങനെ ആ രീതിയിലേക്ക് അവരെ പെട്ടെന്ന് അവർക്ക് അത് തോന്നിയതാണ് ആ ഒരു ചിന്ത. പക്ഷേ എങ്കിലും അവർ സംയമനം പാലിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും ഇത്തരത്തിലുള്ള വിമർശനങ്ങളോ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളോ വരുമ്പോൾ തന്നെ സ്വതവേ മാനുഷികമായ ചിന്തയിൽ അവർ മുഴുകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതിനിടയ്ക്ക് അവർക്ക് സ്ത്രീകൾക്ക് തന്നെ ഈ ഇന്ത്യയിലും ലോകത്തുള്ള എല്ലാ സ്ത്രീകൾക്കും അവർ എത്രയും വലിയ സെലിബ്രിറ്റിയാണ്, അവർ ഇപ്പോൾ അനുഭവിച്ച് കടന്നുപോയ സാഹചര്യങ്ങളെക്കുറിച്ച് അവർ സ്ത്രീകൾക്ക് കുറേ ഉപദേശം നൽകാൻ അവർ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. അതിനകത്ത് അവർ എന്നിട്ട് അവരുടെ 48-ാം വയസ്സ് മുംബൈയിൽ തന്നെ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളോട് കൂടിയ ഹോട്ടലിൽ എല്ലാ സുഹൃത്തുക്കളെയും അവരുടെ കഷ്ടകാലത്ത് അവർക്ക് സാമീപ്യം നൽകിയവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യുകയും അവരോട് അനുകമ്പ പ്രകടിക്കുകയും ചെയ്തവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പഞ്ചനക്ഷത്ര സൗകര്യങ്ങളിൽ തീർത്ത വേദികളിൽ പൂക്കളാൽ മാസ്മരികമാക്കി, വെള്ളപ്പൂക്കളാൽ മാസ്മരികമാക്കി സൽക്കാരം ഒരു വൈറ്റ് തീംഡ് പാർട്ടിയോടെ ആനന്ദകരമാക്കി എന്നവർ പറയുന്നുണ്ട്. ഇത് അവർ ആ രീതിയിലുള്ള സന്തോഷം അവർ 48-ാം വയസ്സിൽ നടത്തുന്നു. അപ്പോൾ 48-ാം വയസ്സിൽ അത്തരത്തിൽ ഒരു ആഘോഷം നടത്താവോ എന്നൊക്കെയുള്ള ഒരു തെരഞ്ഞ. പക്ഷേ അവരെ സംബന്ധിച്ച് അവരൊരു പുതുജീവിതം ക്യാൻസറിന് ശേഷം, ഈ പറഞ്ഞ ഒവേറിയൻ ക്യാൻസറിന് ശേഷം അപൂർവം ചിലർ രക്ഷപ്പെടുന്നു. ആ കൂട്ടത്തിൽ ഒരാളാണ് മനീഷ എന്നുള്ള നിലയ്ക്ക് അവരുടെ 48-ാം വയസ്സ് അവർ ശരിക്കും വളരെ സന്തോഷകരമായ വളരെ ആനന്ദകരമായ ഒരു വേളയാക്കി മാറ്റുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. അത് പറഞ്ഞിട്ട് അവർ നിരവധി കാര്യങ്ങൾ അവർക്ക് സ്ത്രീകളോട് പറയാനുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത് പ്രകൃതി നിയമമാണ്. പ്രായം ചെല്ലുക, വടിവുകളും ചുളിവുകളും വരിക ശരീരത്തിൽ, സൗന്ദര്യത്തിന് പഴയതുപോലുള്ള ഗ്ലാമർ ഉണ്ടാകണമെന്നില്ല, നിർബന്ധമില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട്. എന്നിട്ട് അവർ ഒരു പൊതുതത്വം പറയുന്നത് ജനനം, വാർദ്ധക്യം, അസുഖം, മരണം, ഇത്തരം 4 കാലഘട്ടം, ഇത്തരം 4 സ്റ്റേജ് ഒരു ജീവിതത്തിൽ എല്ലാ മനുഷ്യർക്കും, പുരുഷനോ സ്ത്രീയോ എന്ന് ഭേദമില്ലാതെ എല്ലാ മനുഷ്യർക്കും ഉണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. അത്തരം തിരിച്ചറിവ് ഇല്ലാത്തവരാണോ ഇത്തരത്തിൽ ഇങ്ങനെ തന്നെ ആക്ഷേപിക്കുകയല്ല, എല്ലാ സ്ത്രീകളോടും ഇത്തരം സമീപനം നടത്തുന്നതല്ലേ എല്ലാവരും ചെയ്യുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. ഇവിടെ എനിക്ക് വേറെ രണ്ട് കാര്യങ്ങൾ, ഞാൻ ഇതുവരെ ഈ പുസ്തകത്തിൻ്റെ ഒരു ബയോഗ്രഫർ എന്നുള്ള നിലയ്ക്ക്, ഈ അമരതാരത്തിൻ്റെ ബയോഗ്രഫർ എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ മനീഷയുടെ ബയോഗ്രഫർ എന്നുള്ള നിലയ്ക്ക് ഇതുവരെ നമ്മൾ മറ്റ് ഒരു കഥകളോ ഒരു ബുക്കുകളെ കുറിച്ചോ ഒന്നും ഈ പുസ്തകത്തിൽ അവർ പറയാത്തതൊന്നും തന്നെ നമ്മളിവിടെ പറഞ്ഞിരുന്നില്ല. എന്നാൽ ഇന്നിപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇത്തരത്തിൽ പറയുമ്പോൾ സ്ത്രീകൾക്ക് മാത്രമാണ് പ്രായാധിക്യം ബാധിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിന് മറുപടിയായിട്ട് എന്ന് വേണമെങ്കിൽ നമുക്കത് പറയാം. പക്ഷേ അത്തരത്തിൽ മറുപടിയൊന്നും അല്ല. നമ്മുടെ സച്ചിദാനന്ദൻ്റെ ഒരു പ്രസിദ്ധമായ ഒരു കവിത മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ മുമ്പ് വന്നതാണ്. അതിനകത്ത് അവർ വൈകിപ്പൂത്ത മാവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിതയുണ്ടായിരുന്നു. ആ കവിതയിൽ ഉള്ള 1-2 വരികൾ ഞാൻ ഇവിടെ ഈ മനീഷയുടെ ഇത്തരം ആശങ്കയും, അല്ലെങ്കിൽ അത് പുരുഷന്മാർ സ്ത്രീകൾക്ക് മാത്രമാണ് പ്രായാധിക്യം ബാധിക്കുന്നു എന്നൊക്കെ പറയുന്നതിനൊക്കെ ഉള്ളൊരു മറുപടി എന്നോണം ഞാൻ ഈ കവിത ഇവിടെ കോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കാട്ടുതീ പടർന്നാലോ കണ്ണീരാൽ കെടുത്തും ഞാൻ, കാറ്റിനേറുമോ ശക്തി നേരിടും നെടുവീർപ്പാൽ, എൻ്റെ മെയ് മുരടിച്ചു. അവിടെയാണ് പ്രസക്തി വരുന്നത്. എൻ്റെ മെയ് മുരടിച്ചു, നിൻ്റെ ഉള്ളിന്നും സ്നിഗ്ധം. അതായത് ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും ആയിട്ടുള്ള ഒരു സംഭാഷണ രീതിയിലുള്ള കാര്യമായിട്ടാണ് പറയുന്നത്. എൻ്റെ മെയ് മുരടിച്ചു, നിൻ്റെ ഉള്ളിൽ നിന്നും സ്നിഗ്ധം, മഞ്ഞയായ ഇലകളും ഭംഗി പച്ചയേക്കാളും, മഞ്ഞയായ ഇലകളും, നമുക്കറിയാം മാവിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പച്ചയിലയെക്കുറിച്ച് പറയുമ്പോഴേക്കും മഞ്ഞയായ ഇലകളും, പച്ചയില മാറിയതും മഞ്ഞയായ ഇലകളും, ഭംഗി പച്ചയേക്കാളും എന്നാണ് പറയുന്നത്. പ്രായാധിക്യം ബാധിക്കുമ്പോൾ സൗന്ദര്യം കൂടുന്നു എന്നാണ് സച്ചിദാനന്ദൻ അദ്ദേഹത്തിൻ്റെ ഈ കവിതയിലൂടെ പറയുന്നത്. വേനലിൽ വിയർക്കുന്നു, മാരിയിൽ കിളിർത്തോളും, പോയി മാദകത്വവും മദനനല്ല ഞാനും. പോയി മാദകത്വവും, അത് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് മാദകത്വം നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ മദനനല്ല ഞാനും എന്ന് പുരുഷൻ്റെ ഒരു ഭാവം കൂടെ അദ്ദേഹത്തിനകത്ത് പറയുന്നു. ഓർമ്മകൾ ശമിച്ചില്ല മദനം എനിക്കും
എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇതിനൊക്കെ ഈ കവിതയെ ഞാൻ ഇതിനകത്ത് പറഞ്ഞത് എന്ന് പറഞ്ഞത് മനീഷയ്ക്കും അതുപോലെ സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങൾ പ്രായാധിക്യം ബാധിച്ചു എന്നുള്ള കണ്ണോടുകൂടി സ്ത്രീകളെ നോക്കുന്ന പുരുഷന്മാർക്ക് സച്ചിദാനന്ദൻ്റെ കവിത യഥാർത്ഥത്തിൽ ഈ വൈകിപ്പൂത്ത മാവ് എന്ന് പറഞ്ഞ കവിത അതൊരു മനോഹരമായൊരു മറുപടിയായിട്ട് തന്നെ ചിന്തിക്കാം. അതല്ലെങ്കിൽ അങ്ങനെ ജെൻഡർ ഭേദമൊന്നും ഇല്ലാതെ യാതൊരു വിധത്തിലുള്ള ജെൻഡർ ഭേദവും ഇല്ലാതെ തന്നെ എല്ലാ മനുഷ്യർക്കും പ്രായാധിക്യം ബാധിക്കും, സൗന്ദര്യം കൂടും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പ്രായാധിക്യം ബാധിക്കുമ്പോൾ സൗന്ദര്യം കൂടുമെന്ന് സച്ചിദാനന്ദൻ പറഞ്ഞിരിക്കുന്നു. ഇത് മനീഷ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും, എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ബാധകമാണ് എന്നുള്ളതാണ് നമ്മളിതിനകത്ത് പറയുന്നത്. ഇത് കൂടാതെ ധന്യ വർമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു ജേർണലിസ്റ്റും യൂട്യൂബറുമായിട്ടുള്ളൊരു ധന്യ വർമ്മ ഉണ്ട്. കൊച്ചിയിൽ അവർ സെറ്റിൽ ചെയ്തിരിക്കുന്നു. അവരുടെ യൂട്യൂബിന് തന്നെ അവർ വളരെ സെലിബ്രിറ്റികളെയും മറ്റുമൊക്കെ വെച്ച് വിവാദങ്ങൾ കൂടാതെ വളരെ തരളമായ അനുഭവങ്ങളെയും ജീവിതകഥകളെയും പ്രസൻറ്റ് ചെയ്യുന്ന ഒരു യൂട്യൂബറാണ് ധന്യ വർമ്മ. അവർ ജേർണലിസ്റ്റ് കൂടെയാണ്. മുംബൈയിൽ അവർ സ്റ്റാർ ടി വിയിലൊക്കെ ന്യൂസ് റീഡറായിരുന്നു, ഹിന്ദി ന്യൂസ് റീഡറായിരുന്നു. മലയാളിയാണ്. തിരുവല്ലയിലോ എറണാകുളത്തോ കോട്ടയത്തോ ഒക്കെ ഉള്ളവരാണ്. വ്യക്തമായ എനിക്കതിന് അവരുടെ ബർത്ത് പ്ലേസ് എനിക്ക് വ്യക്തമല്ല. എങ്കിൽ പോലും അവരിപ്പോൾ എറണാകുളത്ത് സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. അവരുടെ ഇൻ ഫോക്കസ് എന്ന് പറഞ്ഞിട്ട് അവർ കഴിഞ്ഞ വർഷത്തിലൊരു പ്രോഗ്രാം ചെയ്തിരുന്നു. ധന്യ വർമ്മ, ഐ ആം വിത്ത് ധന്യ വർമ്മ എന്നുള്ള പ്രോഗ്രാമാണ് അവർ മൊത്തത്തിൽ അവരുടെ സിഗ്നേച്ചർ വച്ചിരിക്കുന്നത്. പക്ഷേ അതിൽ അവർ ഇൻ ഫോക്കസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം. ആ പ്രോഗ്രാമിൽ കൃത്യമായിട്ട് ആ പ്രോഗ്രാമിനെ എടുത്തു പറയാനുള്ള പ്രധാന കാരണം ബ്യൂട്ടി എന്നുള്ള ഒരു കൺസെപ്റ്റിനെ കുറിച്ച് 3 സ്ത്രീകൾ, അതിലൊരു ഡെർമറ്റോളജിസ്റ്റ് ഉണ്ട്, മറ്റൊരു 2 സ്ത്രീകളെന്ന് പറയുന്നത്, സ്ത്രീകൾ എന്ന് പറയുന്നില്ല, യുവതികളെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഡെർമറ്റോളജിസ്റ്റായ ഡോക്ടർ, ലേഡി ഡോക്ടറും പിന്നെ ഒരു ബ്യൂട്ടീഷ്യയും മറ്റൊരു ബ്യൂട്ടി കൺസൾട്ടൻറ്റുമായിട്ടുള്ള, ആ ബ്യൂട്ടി കൺസൾട്ടൻ്റ് എന്ന് പറയുന്നവർ ഒരു നടി കൂടെയാണ്, ഏതോ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. ഈ ധന്യ വർമ്മ അവരെ 3 പേരെയും ഇരുത്തി ഒരു പാനലായിട്ട് ഇരുത്തിയിട്ട് സ്ത്രീകൾ ഏത് തരത്തിലുള്ള സ്ത്രീകളാണ്, ഏത് പ്രായത്തിലുള്ള സ്ത്രീകളാണ്, എന്ത് പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് അവർ ഒരു ബ്യൂട്ടി പാർലറിൽ സമീപിക്കുന്നത്, ഒരു ഡെർമറ്റോളജിസ്റ്റിനെ സമീപിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഈ 3 പേരുടെയും അഭിപ്രായം ഇത് തന്നെയാണ്. പല രീതിയിൽ പ്രായത്തിൻ്റെ വടിവുകളും ചുളിവുകളും ഏൽപ്പിക്കുമ്പോൾ സ്ത്രീകൾ പലരും ആകുലരായിട്ട് ഓടിയെത്തുന്നുണ്ട്. ഒന്ന് ബ്യൂട്ടി പാർലറിൽ എത്തിയിട്ട് അവർക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, ഫൗണ്ടേഷനും മറ്റു കാര്യങ്ങളും ഫേഷ്യലും തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുക, മുടി കറുപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ കൂടാതെ ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്തൊക്കെ പോകുന്നത് പോലും പലരും ആശങ്കയോടുകൂടി പോകുന്നത് അവരുടെ കഴുത്തിലും കണ്ണിൻ്റെ താഴെ തടത്തിലും ഒക്കെ കറുപ്പ് ബാധിച്ചിരിക്കുന്നു, അതിനെ വെളുപ്പിക്കുക, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ, അത്തരം വടിവുകളും ചുളിവുകളും മറയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കാണ് പോകുന്നത്. അപ്പോൾ അതിനകത്ത് പോകുന്ന സ്ത്രീകൾ പലരും, ഭൂരിഭാഗം പേരും പോകുന്നത് ആശങ്കയോടുകൂടിയാണ്. അവർക്ക് വീട്ടിൽ ഭർത്താക്കന്മാർ, അവരുടെ പുരുഷന്മാരില്ല, അവർക്ക് അത്തരത്തിലുള്ള വടിവുകളും ചുളിവുകളും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഭർത്താക്കന്മാർക്ക്, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു പണ്ട് കിട്ടിയിരുന്ന സൗന്ദര്യം അവരിൽ ഇപ്പോഴും അപ്പീൽ ചെയ്യാൻ കഴിയുന്നില്ല എന്നൊക്കെയുള്ള ആശങ്കയോടുകൂടി പോകുന്നവരുണ്ട്. ഇതൊന്നും കൂടാതെ തന്നെ സ്വതവേ സൗന്ദര്യ ബോധത്തോടുകൂടി പോയി കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. അതിൻ്റെ കൺസൾട്ടൻസി ആ രീതിയിലൊക്കെ പോകുന്നവരുണ്ട്. അതും ഞാനിവിടെ എടുത്തു പറഞ്ഞത്, മനീഷ കൊയ്രാള ഇവിടെ ഇപ്പോൾ പറയുന്ന അവർക്ക് പ്രായാധിക്യം ബാധിച്ചു എന്ന് പരസ്യമായ ഒരു ചെറുപ്പക്കാരൻ അവർക്ക് എഴുതി എന്നുള്ളതാണ് പ്രശ്നം. പക്ഷേ അപ്പോൾ പറഞ്ഞു, ഞാനിനി 42 വയസ്സായി, ഞാനിനി 50 വയസ്സും കടക്കും, അപ്പോൾ വീണ്ടും പ്രായാധിക്യം എന്നെ ബാധിക്കും, എനിക്കുണ്ടാകും, അത് സ്വാഭാവികമാണ്, അത് പ്രകൃതിയുടെ ഒരു സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ മറുപടി ആ ചെറുപ്പക്കാരന് നൽകുന്നു എന്നുള്ളതാണ്. ഇത് കൂടാതെ അവർ സ്ത്രീകൾക്ക് നൽകുന്ന ഒരു മറുപടി എന്ന് പറയുന്നത്, ഇത്തരം റിയാലിറ്റി, ഇത്തരം സത്യസന്ധമായിട്ടുള്ള ഇത്തരം യാഥാർത്ഥ്യങ്ങൾ പ്രകൃതി നൽകുന്ന, കാലക്രമേണ പ്രകൃതി നൽകുന്ന എല്ലാ വിധത്തിലുള്ള മാറ്റങ്ങളും ഉൾക്കൊള്ളാനും സധൈര്യം പ്രവർത്തിക്കുവാനും ജീവിക്കുവാനും അത്തരം കാര്യങ്ങൾക്കൊന്നും കൂടുതൽ പ്രാധാന്യം നൽകാതെ മാനസികമായി സംയമനം പാലിച്ച് ധീരതയോടുകൂടി ധൈര്യസമേതം ഓരോ കാലഘട്ടത്തിൽ അവർക്കുള്ള അസൈൻമെൻറ്റുകൾ കൃത്യമായി പാലിക്കണം എന്നാണ് മനീഷ അവരുടെ ഈ പുരുഷന്മാരുടെ തുറിച്ചുനോട്ടം കൂടാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ആ അധ്യായത്തിൽ പറയുന്നത്. ഇത് പറയുമ്പോൾ അതിനെയൊക്കെ സാധൂകരിക്കുന്നത് തന്നെയായിട്ടാണ് ഞാനിപ്പോൾ ശ്രീ സച്ചിദാനന്ദൻ്റെ വൈകിപ്പൂത്ത മാവ് എന്ന കവിതയെ ഉച്ചരിച്ചതും ധന്യാവർമ്മയുടെ ബ്യൂട്ടി എന്ന് പറഞ്ഞ ഇൻഫോക്കസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം, അവരുടെ ആ പ്രോഗ്രാമിലുള്ള പാനലിസ്റ്റുകളുടെ അഭിപ്രായം
ഈ ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടും ബ്യൂട്ടി പാർലറിൽ പോകുന്നവരും ഡെർമറ്റോളജിസ്റ്റിനെ കാണുന്നവരും തുടങ്ങിയ ആളുകളുടെ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞത് ഈ പ്രായാധിക്യം ബാധിക്കുമ്പോൾ സ്ത്രീകളെ മാത്രം പിടിച്ചുലയ്ക്കുന്ന ഒരു സംഭവം ആയിട്ടാണ് പറയുന്നത്. ഇതിനകത്ത് മനീഷ കൊയ്രാള പറയുന്നു, ഒരു 50 വയസ്സുള്ളൊരു പുരുഷന് ഒരു ചെറുപ്പക്കാരി വളരെ ഒരു ടീനേജിലുള്ളൊരു സ്ത്രീയുമായിട്ടൊരു പെൺകുട്ടിയുമായിട്ട് സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കാം. അതേസമയം 40 വയസ്സും 50 വയസ്സും കഴിഞ്ഞ ഒരു സ്ത്രീക്ക് അത്ര നായിക വേഷം കിട്ടാറില്ല. അവർക്കെല്ലാം മധ്യവയസ്കയുടെ വേഷമേ കിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പുരുഷനത് ബാധകമല്ലേ എന്നുള്ളതാണ്. സ്ത്രീകൾ അവർക്ക് പണവും പ്രതാപവും ഉണ്ടെങ്കിൽ പുരുഷന് പ്രായം ഒരു തടസ്സമല്ല, അല്ലെങ്കിൽ പുരുഷൻ്റെ പ്രായത്തെക്കുറിച്ച് ആരും പരിഹസിക്കാറില്ല, അല്ലെങ്കിൽ പരാതിപ്പെടാറില്ല. അതേസമയം സ്ത്രീകൾക്ക് അത് ബാധകമാണ് എന്നുള്ളതൊക്കെയാണ് അവരെ അലട്ടുന്നത്. അതാണ് അവർ ഇതിനകത്ത് പറയുന്നത്. എങ്കിലും അവർ പറയുന്നു, അവരങ്ങനെ പ്രായാധിക്യം ബാധിച്ചു എന്ന് ഒരാളുടെ അഭിപ്രായം വരുന്നതിന് മുമ്പ് തന്നെ അവരുടെ ഈ അസുഖത്തിൽ നിന്നും ഭേദമാകുമ്പോൾ തന്നെ അവർ മാനസികമായി സ്വായത്തമാക്കിയ ഒരു ആത്മീയ വികാരമുണ്ട്. അത് ഈ നായിക വേഷം അല്ലെങ്കിൽ പോലും ഏത് വേഷം കിട്ടിയാലും അഭിനയിക്കാൻ താൻ തയ്യാറാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. ആ അർത്ഥത്തിൽ തന്നെ അവർ മധ്യവയസ്കയായി 2-3 സിനിമകളിൽ അവർ അഭിനയിച്ചു. ഹിന്ദി ഉൾപ്പെടെയുള്ള 2-3 സിനിമകളിൽ അവർ അഭിനയിച്ചു എന്നുള്ളത് അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് അവരെ അത്തരം വികാരങ്ങൾ ബാധിക്കുന്നില്ല. എന്തായാലും അവർക്കത് ബാധിച്ചു, മനസ്സിൽ ഉണ്ട്. എങ്കിലും അത് കൂടുതൽ കൊണ്ട് നടക്കാതെ അത് അത്തരം കാര്യങ്ങൾ അമ്ലശേഷി നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ബാധിക്കുമെന്നും അത്തരം കാര്യങ്ങൾ വീണ്ടും ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകും. ഇത്തരം നെഗറ്റിവിറ്റീസ് ചിന്തിച്ച് കൊണ്ട് നടന്നാൽ, അതിനെ നെർച്ചർ ചെയ്താൽ അസുഖങ്ങൾ ഉണ്ടാകും. സ്വാഭാവികമായ എല്ലാ അസുഖങ്ങളും, പ്രത്യേകിച്ച് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അസുഖങ്ങളും, മാരകമായ അസുഖങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് സ്ത്രീകളാരും അവരുടെ പ്രായാധിക്യത്തെക്കുറിച്ചോ ചുളിവും വടിവും ഒക്കെ വന്നുവെന്നോ, സ്കിൻ എവിടെയെങ്കിലും കറുത്തു, കഴുത്തിൻ ഭാഗത്തോ കണ്ണിൻ്റെ തടങ്ങളിലോ കറുത്തു എന്നൊക്കെ പറയുന്നതിനെക്കുറിച്ച് ആവലാതിപ്പെടരുത് എന്നാണ് അവർ ഇതിനകത്ത് പറയുന്നത്.